ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഊണാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ശരിക്കും അധികം പച്ചക്കറികളോ അങ്ങനെയൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ലഞ്ച് റെസിപ്പിയാണ്. എല്ലാവരും ഇത് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ A1A ഫാമിലി മെമ്പർ ആയിട്ടുള്ള അഡോണ എന്ന് പറയുന്ന കുട്ടി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിന് എല്ലാത്തിനും കമൻറ്റ് ഇടുന്ന ഒരാളാണ്. ജോബി മാത്യു എന്ന് പറയുന്ന അക്കൗണ്ടാണ്. അപ്പം അഡോണയ്ക്ക് ഒരു വലിയൊരു ഹായ്. അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെറുപയർ വേവിക്കാൻ വെക്കുകയാണ് കുക്കറിൽ ഉപ്പിട്ടിട്ട്. അപ്പം ചോറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ. പിന്നെ നമ്മൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാനാണ്. ഉപ്പേരി അല്ല, ഇതൊരു ചെറിയ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ടിയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്, ഒരുപാട് തിന്നാക്കണ്ട. പിന്നെ നമ്മൾക്ക് ഒരു മോര് കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളി അരിയുന്നുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ മോര് കാച്ചുന്നതിന് വേണ്ടിയിട്ട് ജീരകം, തേങ്ങ, പച്ചമുളക് 2 എണ്ണം ഇതിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മളെ. ഇപ്പോൾ ഇതേ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആദ്യം തന്നെ മോര് കാച്ചി വയ്ക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പിന്നെ കടുക് ഇടുക, കുറച്ചൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. വറ്റൽമുളക് ഒരു 2 എണ്ണം പൊട്ടിച്ചിടുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും കൂടെ ഇട്ടിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക, അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമ്മൾക്ക് ഉലുവയുടെ പൊടി ഒരു 1/4 ടീസ്പൂണിൽ നിന്നും കുറവിടണം. കായത്തിൻ്റെ പൊടിയും ഒരു നുള്ളി ഇടണം. ഇതിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചെയ്യേണ്ടത്. ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് തൈര് ഒഴിക്കണം. 1 കപ്പ് തൈര് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. ഞാനിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ചൂട് നന്നായിട്ട് നിൽക്കും. അപ്പം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ തൈര് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത്രയേ ഉള്ളൂ, നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചെറുപയറും 3-4 വിസിൽ വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഒരുപാട് കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇത് താളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഉപ്പേരിയാക്കിയിട്ട്. അപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക ആവശ്യത്തിന്. അതിനുശേഷം പിന്നെ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ചും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ നമ്മുടെ ചെറുപയർ വേവിച്ചത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇതും പെട്ടെന്ന് റെഡിയാവുന്നൊരു കറിയാണ്. അപ്പം ഇനി അടുത്ത് നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വറുക്കാൻ വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് തീ കത്തിക്കുന്നതിന് മുന്നേ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തീ ഓൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് കട്ടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്, ഫ്രൈ ആക്കി എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ താഴ്ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം മറിച്ചിട്ട് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഇത് നമ്മുടെ എല്ലാ കറികളും റെഡിയായി. ചോറ്, മോര് അതുപോലെ ചെറുപയർ ഉപ്പേരിയും ഉരുളക്കിഴങ്ങ് ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വിളമ്പിയിട്ട് കഴിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ ലഞ്ച് മെനു ആണ്. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി എല്ലാവർക്കും. പിന്നെ ഒരു അച്ചാറും കൂടെ ഉണ്ട്, മുളകിൻ്റെ അച്ചാറാണ്. അപ്പോൾ നമ്മൾക്കിനി മോരൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറ് കഴിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.